ഞാനല്ല. അന്നത്തെ ദിവസം ഒരു ഇഷ്ടം പോലെ കഴിച്ച് ജിമ്മിനും പോകാതിരിക്കുമായിരുന്നു. എൻ്റെ കൈയൊക്കെ തൂങ്ങുന്നുണ്ടെന്നുള്ള കാര്യം അപ്പോഴാണ് ഞാൻ അങ്ങനെയൊക്കെ പൊട്ടത്തരങ്ങൾ ചെയ്തിട്ടുണ്ട്. എനിക്ക് എൻ്റെ ഫസ്റ്റ് വെയിറ്റ് ലോസ് ജേർണിയിലും ഇപ്പോഴത്തെ വെയിറ്റ് ലോസ് ജേർണിയിലും പറ്റിയ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കാര്യങ്ങൾ എല്ലാം തന്നെ ഞാൻ ഓപ്പൺ അപ്പ് ആയിട്ട് ഈ ഒരു വീഡിയോയിൽ സംസാരിക്കും. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ ദ റൈറ്റ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ കുറേ ദിവസം കൊണ്ട് പ്ലാൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. എൻ്റെ ഒരു ഡ്രസ്സിങ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ജസ്റ്റ് ജിമ്മിന് പോയിട്ട് വന്നിട്ടേ ഉള്ളൂ. കുഞ്ഞുങ്ങൾ ഉറങ്ങുവാണ്. ഞാൻ വിചാരിച്ചു ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഇച്ചിരി ലേറ്റ് ആക്കിയിട്ട് നിങ്ങളോട് സംസാരിക്കാം. നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ, നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യങ്ങൾ കുറച്ചൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും അങ്ങനെ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്കും ഇപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും ഒക്കെ ഗുണകരമായിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. ഫുള്ളായിട്ട് കാണുക, ഭയങ്കര യൂസ്ഫുൾ ആണ്. കാരണം എനിക്ക് എൻ്റെ ഫസ്റ്റ് വെയിറ്റ് ലോസ് ജേർണിയിലും ഇപ്പോഴത്തെ വെയിറ്റ് ലോസ് ജേർണിയിലും പറ്റിയ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കാര്യങ്ങൾ എല്ലാം തന്നെ ഞാൻ ഓപ്പൺ അപ്പ് ആയിട്ട് ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട്. സോ വിതൗട്ട് ഫർദർ അഡ്യൂ ലെറ്റ്സ് ജംപ് ഇൻടു ടുഡേയ്സ്. ആദ്യത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്ത ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു. അപ്പം ആദ്യം നിങ്ങളൊരു ഫാറ്റ് ലോസ്, നമുക്ക് വെയിറ്റ് ലോസ് എന്ന് പറയണ്ട, ഫാറ്റ് ലോസ് എന്ന് പറയാം അല്ലേ. അപ്പോൾ നിങ്ങളൊരു ഫാറ്റ് ലോസ് ജേർണിയിലാണ് അല്ലെങ്കിൽ ഒരു ഫിറ്റ്നസ് ജേർണിയിലാണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോൾസ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ഒരു മാസം കൊണ്ട് എത്ര കിലോ കുറയ്ക്കണം, ആ ഒരു കാര്യം നിങ്ങൾ പ്ലാൻ ചെയ്യുക. ഒരിക്കലും വിചാരിക്കരുത് എൻ്റെ ഫ്രണ്ട് ഒരു മാസം കൊണ്ട് 10 കിലോ കുറച്ചു, സോ ഞാനും 10 കിലോ കുറയ്ക്കും. അല്ലെങ്കിൽ എൻ്റെ ഫസ്റ്റ് ഫിറ്റ്നസ് ജേർണിയിൽ ഞാൻ ഒരു മാസം കൊണ്ട് കീറ്റോ ഡയറ്റും ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങും കൂടെ ചെയ്തിട്ട് 10 കിലോ കുറച്ചു. 2.5 മാസം കൊണ്ടിട്ടാണ് ഞാൻ 24 കിലോ കുറയ്ക്കുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സഡൻ വെയിറ്റ് ലോസ് ആയിരുന്നു. അതിനുള്ള റീസൺ എനിക്ക് എൻ്റെ സിറ്റുവേഷൻ അതിന് പറ്റുന്നതായിരുന്നു. എൻ്റെ ബോഡി എനിക്ക് സ്യൂട്ടബിൾ ആയിരുന്നു. എത്ര ഇൻറ്റൻസിറ്റി കൂടിയ വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബോഡിയായിരുന്നു. ഹോർമോണലായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. രണ്ടാമത് എനിക്ക് ഏത് സാഹചര്യത്തിലും വർക്കൗട്ട് ചെയ്യാമായിരുന്നു. കാരണം എനിക്ക് രാവിലെ വേണം രാവിലെ, വൈകിട്ട് വേണം വൈകിട്ട്. നമ്മുടെ സിറ്റുവേഷൻ പക്ഷേ ഇപ്പം അങ്ങനെയല്ല. കുഞ്ഞുങ്ങളായി, ചേഞ്ചസ് ഉണ്ട്, എനിക്ക് ഹോർമോണൽ ഡിഫറൻസസ് വന്നിട്ടുണ്ട്. ആഫ്റ്റർ പ്രഗ്നൻസി നമ്മുടെ ബോഡിയിൽ ഒത്തിരി ചേഞ്ചസ് വന്നിട്ടുണ്ട്. സോ എൻ്റെ ഫസ്റ്റ് ജേർണി പോലെ എനിക്ക് സെക്കൻഡ് ജേർണി അത്ര സിമ്പിൾ ആയിരിക്കത്തില്ല. അങ്ങനെ നിങ്ങളിപ്പോൾ ഫസ്റ്റ് പ്രഗ്നൻസിക്ക് മുമ്പാണ് നിങ്ങൾ വെയിറ്റ് ലോസ് ചെയ്ത് പെട്ടെന്ന് കുറഞ്ഞു, അതുപോലെ കുറയും സെക്കൻഡ് വെയിറ്റ് ലോസ് എന്ന് വിചാരിക്കരുത്. കാരണം അത് ഒട്ടും തന്നെ റിയലിസ്റ്റിക് അല്ല. ഞാൻ ചെയ്ത അബദ്ധവുമാണ്. കാരണം ഞാൻ ഫസ്റ്റ് ടൈം ഇത്ര പെട്ടെന്ന് കുറച്ചുകൊണ്ട് എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു, വണ്ണം വെച്ചാലും ഞാനത് കുറച്ചെടുക്കുമെന്ന്. പക്ഷേ ഞാൻ പലവട്ടം ഈ ചാനലിൽ തന്നെ ഞാൻ പലവട്ടം വെയിറ്റ് ലോസ് ചാലഞ്ചും ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇടയ്ക്ക് വെച്ച് ഡ്രോപ്പ് ഔട്ട് ചെയ്തിട്ടുണ്ട്. 95 70 kg ആയിട്ട് വരെ ഞാൻ പകുതി വഴിക്കിട്ടിട്ട് പോയി. അതിനുള്ള മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സാഹചര്യം, അതുപോലെ തന്നെ അന്ന് എനിക്ക് 5 കിലോ കുറഞ്ഞല്ലോ, അയ്യോ ഇപ്പം എനിക്ക് കുറയുന്നില്ലല്ലോ, അപ്പം ഞാൻ ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പകുതി വഴിക്ക് ഇട്ടിട്ട് പോകാം. അന്ന് ഞാൻ ഒരു മാസം കൊണ്ട് 10 കിലോ കുറഞ്ഞു, ഈ മാസം എൻ്റെ 5 കിലോ കുറഞ്ഞുള്ളൂ, അന്നെങ്കിൽ എനിക്ക് വയ്യ, ഞാൻ ചെയ്യുന്നതിനൊന്നും റിസൾട്ട് ഇല്ല, വേണ്ട, അങ്ങ് നിർത്തിയേക്കാം. ഇങ്ങനെ ഒരു ചിന്താഗതിയായിരുന്നു എനിക്ക്. പക്ഷെ അത് ഭയങ്കര റോങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസം ഒരു അറ്റ്ലീസ്റ്റ് ഒരു 2 kg അല്ലെങ്കിൽ ഒരു മാക്സിമം ഒരു 5 kg ഒക്കെ കുറഞ്ഞാൽ മതി. അങ്ങനെ ഒരു രീതിയിൽ നിങ്ങൾ മുന്നോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൺസിസ്റ്റൻ്റ് ആവാൻ പറ്റും. അത് എൻ്റെ ഒന്നാമത്തെ ഒരു ടിപ്പാണ്. ബി റിയലിസ്റ്റിക്. നമ്മൾ ഭയങ്കരമായിട്ട് ഈ ഒരു വെയിറ്റ് ലോസ് ജേർണി അല്ലെങ്കിൽ ഒരു ഫാറ്റ് ലോസ് ജേർണിയെ യാഥാർത്ഥ്യ മനോഭാവത്തോടെ അപ്രോച്ച് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പോയിന്റുമായിട്ട് കണക്റ്റഡ് ആണ്. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് യുവർ ബോഡി ടൈപ്പ്. നമുക്കറിയാം 3 തരത്തിലുള്ള ബോഡി ടൈപ്പ് ഉണ്ട്. അതിനെക്കുറിച്ചിട്ട് മെറ്റബോളിസം ഒക്കെ വെച്ചിട്ട് അതിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. എൻ്റെ ബോഡി ടൈപ്പ് എന്ന് പറഞ്ഞാൽ എൻഡോമോർഫ് ബോഡി ടൈപ്പാണ്. അതായത് എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഇൻസുലിൻ സെൻസിറ്റീവ് ആയിട്ടുള്ള ബോഡിയാണ്. ഞാൻ എന്തെങ്കിലും കാർബ്സോ എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ, അതിപ്പോൾ ചോറായിക്കോട്ടെ, റാഗി ആയിക്കോട്ടെ, ഓട്സ് ആയിക്കോട്ടെ, ഏതൊരു കാര്യം ഞാൻ കഴിച്ചു കഴിഞ്ഞാലും എൻ്റെ ശരീരത്തിലെ ബ്ലഡ് ഷുഗർ ലെവൽ ഒന്ന് ഉയർന്നു വരും. അതിൻ്റെ ഫലമായിട്ട് നമ്മൾ കഴിക്കുന്ന സാധനം പെട്ടെന്ന് ഡൈജസ്റ്റ് ആവുകയും എഗെയിൻ വിശക്കുകയും ചെയ്യും. സോ നമുക്ക് എപ്പോഴും ഇങ്ങനെ വിശന്നുകൊണ്ടേയിരിക്കും. സോ നിങ്ങളുടെ ബോഡി ടൈപ്പ് അനുസരിച്ചിട്ടുള്ള ഡയറ്റ് നിങ്ങൾ ചൂസ് ചെയ്യുക. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും നന്നായിട്ട് അറിയാം, ഞാൻ കാർബ്സ് ഫുള്ള് നിർത്തി അല്ലെങ്കിൽ കാർബ്സിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കൊണ്ടിട്ട് ഒരു ഹൈ പ്രോട്ടീൻ ഡയറ്റ് ഞാൻ ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ വണ്ണം പെട്ടെന്ന് കുറയും. പക്ഷേ എൻ്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് കാർബ്സ് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എൻ്റെ വീട്ടിൽ എൻ്റെ സാഹചര്യത്തിൽ
സമയത്തിൽ എനിക്ക് വീട്ടിൽ എന്ത് കുക്ക് ചെയ്യുന്നു അത് വെച്ചിട്ടൊക്കെ എൻ്റെ ഡയറ്റ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ അവിടെ എന്ത് ചെയ്യും, കാർബിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചിട്ട് പ്രോട്ടീൻ്റെ ക്വാണ്ടിറ്റി കൂടുതൽ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കും. 2 ചപ്പാത്തി തന്നിട്ട് ഞാൻ 1 ചപ്പാത്തി ആക്കിയിട്ട് അവിടെ പ്രോട്ടീൻ, ഇപ്പോൾ എഗ് ആയിക്കോട്ടെ, ചിക്കൻ ആയിക്കോട്ടെ, അതൊക്കെ കൂടുതലായിട്ട് കഴിക്കും. അല്ലെങ്കിൽ ഫിഷ്, അതൊക്കെ കൂടുതലായിട്ടായിരിക്കും കഴിക്കുന്നത്. ഈവൻ വെജിറ്റബിൾസും ഫ്രൂട്ട്സിനേക്കാളും നമുക്ക് ഉപകാരപ്രദമായിട്ട് വരുന്നത് ഫാറ്റ് ആൻഡ് പ്രോട്ടീൻ ആണ്. എൻഡോമോർഫ് ബോഡി ഉള്ളവർക്ക് അവർക്ക് കീറ്റോ ഡയറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ, അതുപോലെ കാർണിവോറസ് ഡയറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഇഫക്റ്റീവ് ആയിട്ടുള്ള വെയിറ്റ് ലോസ് സംഭവിക്കും. സോ 3 ബോഡി ടൈപ്പിനെ കുറിച്ചിട്ട് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അല്ലെന്നുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തേക്കാം. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഈ ഒരു വീഡിയോയിൽ അതും കൂടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര എന്തായിരിക്കും, ലാഗ് അടിക്കും. അതുകൊണ്ട് അതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. ബട്ട് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡി ടൈപ്പ് മനസ്സിലാക്കുക എന്നുള്ളത്. ഈ രണ്ടാമത്തെ പോയിന്റുമായിട്ട് തന്നെ കണക്റ്റഡ് ആണ് മൂന്നാമത്തെ പോയിന്റ്. അതായത് നമ്മളിപ്പോൾ ഇപ്പം നിങ്ങൾ എൻ്റെ കൂടെ വെയിറ്റ് ലോസ് അല്ലെ ഫാറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്തു. എനിക്കൊരു മാസം 5 കിലോ കുറഞ്ഞു, നിങ്ങൾക്ക് 1 കിലോ പോലും കുറഞ്ഞിട്ടില്ല. പക്ഷേ നിങ്ങളുടെ ഡ്രസ്സസ് നിങ്ങൾക്ക് ലൂസായി തുടങ്ങിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ഓൺ ട്രാക്കിലാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് ഫാറ്റ് ലോസ് ആണ്, കേട്ടല്ലോ, വെയിറ്റ് ലോസ് അല്ല. വെയിറ്റ് ലോസിൻ്റെ അവിടെ വരുന്നത് വാട്ടർ വെയിറ്റ് വരാം, അതുപോലെ മസിൽ ലോസ് ആകുമ്പോഴും അത് നമ്മുടെ വെയിറ്റ് മെഷീനെ കാണിക്കും. അതേസമയം നിങ്ങൾ വെയിറ്റ് ഒന്നും കുറയുന്നില്ല, ബട്ട് നിങ്ങളുടെ ഡ്രസ്സസ് ഒക്കെ ലൂസ് ആവുന്നുണ്ടതിൻ്റെ അർത്ഥം നിങ്ങളുടെ ശരീരത്തൊന്നും ഫാറ്റ് നന്നായിട്ട് പോകുന്നുണ്ടെന്നാണ്. അതായത് നിങ്ങൾ ശരിക്കും കറക്റ്റായിട്ടുള്ള ട്രാക്കിൽ കൂടെ തന്നെയാണ് പോകുന്നത്. സോ ഒത്തിരി നമ്മൾ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യരുത്, വെയിറ്റ് മെഷീനെ ഡിപ്പെൻഡ് ചെയ്യരുത്. ഫോക്കസ് ഓൺ ഇഞ്ചസ് ലോസിലായിരിക്കണം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. സോ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ഫ്രണ്ടിന് 5 കിലോ ഒരു മാസം കൊണ്ട് കുറഞ്ഞെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും കുറഞ്ഞില്ലെന്ന് പറഞ്ഞ് ഫ്രസ്ട്രേറ്റഡ് ആവരുത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരുടെയും ബോഡി ടൈപ്പ്, എല്ലാവരുടെയും മെറ്റബോളിക് റേറ്റും എല്ലാം വ്യത്യസ്തമാണ്. സോ നമുക്ക് ഹെറിഡിറ്ററി ആയിട്ട് കിട്ടുന്ന കാര്യങ്ങളാണ്, അതൊന്നും നമുക്ക് തിരുത്താൻ പറ്റില്ല. പിന്നെ ആഫ്റ്റർ പ്രഗ്നൻസി നിങ്ങൾക്ക് ഇപ്പോൾ സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ സിസ്റ്റവും തകർമാറലായി കിടക്കുമായിരിക്കും. അപ്പോൾ അതൊക്കെ മനസ്സിൽ വെച്ചിട്ട് വേണം നിങ്ങൾ ഒരു ഫാറ്റ് ലോസിലേക്ക് അല്ലെ ആ ഒരു ജേർണിയിലേക്ക് ഇറങ്ങിത്തിരിക്കാം. കാരണം ഇത് ഞാൻ ചെയ്ത അഗെയിൻ ഒരു മിസ്റ്റേക്കാണ്. എനിക്ക് സ്റ്റിറോയിഡ് ഇഞ്ചക്ഷനും എടുത്തിട്ടുണ്ടായിരുന്നു. എവരി വീക്ക് 3 ഇഞ്ചക്ഷൻ വീതം എനിക്ക് ബാക്ക് പെയിൻ ഉള്ളതും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. സോ ഇതൊക്കെ ഹോർമോണൽ ഇഞ്ചക്ഷൻസ് ആണ് തന്നത്. അതിൻ്റെ ഒക്കെ എഫക്റ്റ് എൻ്റെ ബോഡിയിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ഒന്നും എൻ്റെ ലൈഫിൽ കൊണ്ടുവരാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് എൻ്റെ പ്രീവിയസ് വെയിറ്റ് ലോസ് അല്ലെങ്കിൽ ഫാറ്റ് ലോസ് അറ്റംപ്റ്റ്സ് മൊത്തം ഫെയിലായി പോയത്. പക്ഷേ ഇപ്പം ഞാൻ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് എൻ്റെ ശരീരം മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ മുന്നോട്ട് പോകുന്നതുകൊണ്ട് ആ രീതിയിലുള്ള മാറ്റങ്ങൾ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ ഫ്രീക്വൻ്റ്ലി ഇപ്പം വെയിറ്റ് നോക്കാറില്ല കേട്ടോ. ഞാൻ ഇപ്പം മെയിനായിട്ട് വിചാരിച്ചിരിക്കുന്ന ഒരു 1 മന്ത് കഴിഞ്ഞിട്ട് ഞാൻ വെയിറ്റ് ലോസ് ഉണ്ടോ അല്ലെ വെയിറ്റ് കുറയുന്നുണ്ടോ എന്ന് നോക്കത്തുള്ളൂ. കാരണം എനിക്ക് അതാണ് കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത്. കാരണം 1 മന്താണ് ഞാൻ ടാർഗറ്റ് വെച്ചത്. അപ്പോൾ 1 മന്ത് കഴിയട്ടെ. 18-ാം തീയതി വരുമ്പോഴാണ് 1 മന്ത് കഴിയുന്നത്. അപ്പോൾ 18-ാം തീയതി കഴിഞ്ഞ് ഞാനൊരു വീഡിയോ ഇടാം എത്ര വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടെന്ന്. ബട്ട് ഐ ഡോണ്ട് കെയർ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എനിക്ക് നല്ല രീതിയിലുള്ള ഇഞ്ചസ് ലോസ് വന്നിട്ടുണ്ട്. എൻ്റെ ഫേസിലായിക്കോട്ടെ, എൻ്റെ കൈ ആയിക്കോട്ടെ, എൻ്റെ ഫുൾ ബോഡി ആയിക്കോട്ടെ, ഇടവണ്ണം ആയിക്കോട്ടെ, ഇതെല്ലാം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ. സോ അതുകൊണ്ട് ഐ എം വെരി മച്ച് ഹാപ്പി. സോ ടമ്മിയിലും ഒക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കുറഞ്ഞാലും കുറഞ്ഞില്ലെങ്കിലും ഞാൻ സന്തോഷവതിയാണ്. അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ നിങ്ങളെ ഇത് കുറേ നേരം കൊണ്ട് പറയുന്നുണ്ട് ഫാറ്റ് ലോസൊന്നും വെയിറ്റ് ലോസൊന്നും ഒക്കെ. അപ്പോൾ നിങ്ങൾ ഒരു ജിമ്മിലോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് വെയിറ്റ് ട്രെയിനിങ്, സർക്യൂട്ട് ട്രെയിനിങ്, അല്ലെ സ്ട്രെങ്ത് ട്രെയിനിങ്, ഇതൊക്കെ നിങ്ങളൊന്ന് റെസിസ്റ്റൻസ് ട്രെയിനിങ്, ഇങ്ങനെയൊക്കെ നിങ്ങൾ ഒന്ന് യൂട്യൂബിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ അല്ലെ സ്ട്രെങ്ത് ട്രെയിനിങ് വർക്കൗട്ട്സ് എന്നൊക്കെ പറഞ്ഞാൽ അറ്റ് ഹോം എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള വർക്കൗട്ട്സ് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക. കാർഡിയോയ്ക്ക് വേണ്ടി ഒത്തിരി സമയം കളയരുത്. ഞാൻ എൻ്റെ പ്രീവിയസ് വെയിറ്റ് ലോസിൽ ചെയ്തൊരു മിസ്റ്റേക്കാണ്. ഞാൻ കൂടുതലെന്നല്ല 95% ഞാൻ കാർഡിയോ വർക്കൗട്ടാണ് ചെയ്തത്. എൻ്റെ 24-25 കിലോ കുറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഞാൻ റിയലൈസ് ചെയ്തത് എനിക്ക് ലൂസ് സ്കിൻ ഉണ്ടാവുന്നുണ്ട്, എൻ്റെ കൈയൊക്കെ തൂങ്ങുന്നുണ്ടെന്നുള്ള കാര്യം. അപ്പോഴാണ് ഞാൻ സ്ട്രെങ്ത് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഒരു മിസ്റ്റേക്ക് പക്ഷെ നിങ്ങൾ ആരും ചെയ്യരുത്. എപ്പോഴും നിങ്ങൾ വർക്കൗട്ട് ജേർണി അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഫിറ്റ്നസ് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കാനും ഞാൻ പറയില്ല. കുറച്ചേറെ ഇമ്പോർട്ടൻസ് നമുക്ക് വെയിറ്റ് ട്രെയിനിങ്ങിനൊക്കെ കൊടുക്കുന്നതാണ് നല്ലത്. കുറച്ച് കുറഞ്ഞ ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതി നമ്മുടെ കാർഡിയോ എക്സസൈസിന്. കാർഡിയോ എക്സസൈസ് എന്ന് പറഞ്ഞാൽ മെയിൻലി ഫോർ ഹാർട്ട് ഹെൽത്ത് ആണ്. സോ അതൊരു 15 to 20 മിനിറ്റ്സ് മാക്സിമം ഒരു ദിവസം ചെയ്താൽ മതി.
ബാക്കി നിങ്ങൾ ഒരു 2 hours വർക്കൗട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു 1.5 hours വർക്കൗട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു 1 hour വർക്കൗട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ഞാൻ ഈ പറഞ്ഞുകൊണ്ട് സ്ട്രെങ്ത് ട്രെയിനിങ്ങോ റെസിസ്റ്റൻസ് ട്രെയിനിങ്ങോ എന്തെങ്കിലും ആയിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് സർക്യൂട്ട് ട്രെയിനിങ് ചെയ്യാം. സർക്യൂട്ട് ട്രെയിനിങ് എന്ന് വെച്ചാൽ കാർഡിയോയും സ്ട്രെങ്ത് ട്രെയിനിങ്ങും എല്ലാം കൂടെ മിക്സ്ഡ് അപ്പ് ആയിട്ടുള്ളതാണ്. സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു വർക്കൗട്ടിലോട്ട് പോകുന്നതായിരിക്കും വേറെ ഒരു ഓപ്ഷൻ നല്ലതെന്ന് പറയുന്നത്. ഇത് ഞാൻ എടുത്തു പറയാനുള്ള കാരണം, നമ്മൾ സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യുവാണ് എങ്കിൽ നമ്മുടെ ഒരു ഫാറ്റ് ബേൺ എന്ന് പറയുന്നത് അത് ചെയ്യുന്ന സമയത്ത് കാണും. പിന്നെ ഓൾമോസ്റ്റ് 43 to 48 hours നമ്മുടെ ബോഡിയിൽ അതിൻ്റെ ഇഫക്റ്റ് ഉണ്ടായിരിക്കും. കാർഡിയോ ചെയ്യുമ്പോൾ ആറ്റ് ദ പോയിന്റ് മാത്രമേ നമുക്ക് വെയിറ്റ് ലോസ് അല്ല, അവിടെ ഫാറ്റ് ലോസ് ആണ് മെയിനായിട്ട് നടക്കുന്നത്. അപ്പോൾ ഫാറ്റ് ലോസ് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് മെയിനായിട്ട് കാർഡിയോ വർക്കൗട്ടിലോട്ട് പോകുന്നത്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഫാറ്റ് പോയി കഴിയും, അതിൻ്റെ കൂടെ മസിലും അങ്ങ് പോകും. അപ്പം നമ്മുടെ ശരീരം തൂങ്ങാൻ തുടങ്ങും, നമുക്ക് പെട്ടെന്ന് ഏജിങ്ങും ഒക്കെ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അതേസമയം നമ്മൾ സ്ട്രെങ്ത് ട്രെയിനിങ് അല്ലെങ്കിൽ നമ്മൾ വെയിറ്റ് ട്രെയിനിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്ത് കൂടുതലായിട്ടും മസിൽ ഗ്രോത്ത് ആണ് ഉണ്ടാവുന്നത്, മസിൽ റിക്കവറി പ്രോസസ്സും ഒക്കെ നടക്കും. ഈ റിക്കവറി പ്രോസസ്സിൽ എഗെയിൻ നമ്മുടെ മെറ്റബോളിസം കൂടുകയും ചെയ്യും. എഗെയിൻ നമുക്ക് ഫാറ്റ് ലോസ്, നമ്മൾ വെറുതെ ഇരിക്കുവാണെങ്കിലും ഫാറ്റ് ലോസും ഒക്കെ നടന്നുകൊണ്ടിരിക്കും, കാരണം റിപ്പയറിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ശരീരത്ത്. അതുപോലെ തന്നെ നമുക്ക് മസിൽ ഗെയിൻ ഉണ്ടാകും, നമ്മുടെ പഴയ മസിലൊക്കെ പോയിട്ട് പുതിയ മസിലൊക്കെ വരും. സോ നമ്മുടെ ശരീരത്തെ ആ ഒരു നമ്മുടെ ചെറുപ്പകാലത്തുണ്ടായ ഊർജ്ജസ്വലത നമുക്ക് തിരിച്ചു കിട്ടും. പണ്ടത്തെ ആൾക്കാർക്കൊന്നും ഈ മുട്ടിന് വേദനയൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ജനറേഷൻ നോക്കി കഴിഞ്ഞാൽ യൂട്രസിന് പ്രശ്നം, മുട്ടിന് വേദനയൊക്കെയാണ് മിക്ക ആൾക്കാരും ഫേസ് ചെയ്യുന്നത്. മുട്ടിന് വേദനയൊക്കെ വരാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ സ്ട്രെങ്ത് ട്രെയിനിങ് ഒന്നും ചെയ്യാത്തുള്ള, വെയിറ്റ് ട്രെയിനിങ് ഒക്കെ ചെയ്യാത്തതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ട്രെയിനിങ് ഒക്കെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ ഉണ്ടാകുന്ന നീ പെയിൻ അങ്ങനെയുള്ളതൊക്കെ നിങ്ങൾക്ക് ഒഴിവാക്കിയെടുക്കാം. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സ്ട്രെങ്ത് ട്രെയിനിങ് അല്ലെങ്കിൽ വെയിറ്റ് ട്രെയിനിങ് ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും വെയിറ്റ് ചെക്ക് ചെയ്യുവാണെങ്കിൽ മേ ബി വെയിറ്റ് കൂടുതലായിരിക്കും കാണിക്കുന്നത്. നിങ്ങൾ 93 സ്റ്റാർട്ട് ചെയ്താൽ ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞ് നിങ്ങൾ നോക്കുമ്പോൾ ഒരു 95 ആയിരിക്കും കാണിക്കുന്നത്. പേടിക്കൊന്നും വേണ്ട, അവിടെ മസിൽ ഗ്രോത്ത് ഉണ്ടാകുന്നതാണ്, മസിൽ സ്ട്രോങ് ആവുന്നതാണ്, അല്ലാതെ വീക്ക് ആകുകയല്ല ചെയ്യുന്നത്. അത് ഇനിഷ്യൽ സ്റ്റേജിൽ മാത്രമേ അങ്ങനെ സംഭവിക്കത്തുള്ളൂ. പിന്നെ സ്ലോലി ഇത് കുറഞ്ഞോളും. അപ്പോൾ ടെൻഷൻ ഒന്നും അടിക്കേണ്ട. മസിൽ എത്ര നമ്മുടെ ശരീരത്തുണ്ട് അത്രയും നല്ല രീതിയിലുള്ള ഫാറ്റ് ലോസ് ആയിരിക്കും നമ്മുടെ ബോഡിയിൽ നടക്കുന്നത്. അപ്പോൾ ഈ കാര്യമൊക്കെ ഓർത്ത് വെച്ചിട്ട് വേണം നിങ്ങൾ വീട്ടിലായിക്കോട്ടെ ജിമ്മിലായിക്കോട്ടെ ഒക്കെ വർക്കൗട്ട് ചെയ്യാൻ. ഏറ്റവും ലാസ്റ്റിലത്തെ കാര്യം ഞാൻ പറഞ്ഞിട്ട് പോവാണ്, കാരണം എൻ്റെ മോൾ ഉണർന്നിട്ടുണ്ട്, ജാനമ്മ. അപ്പൊ ജാനക്കുട്ടി എഴുന്നേറ്റ് വന്നതേ ഉള്ളൂ. ആ രൂപമാണ് എവിടെ ഇരിക്കാമോ, അമ്മ വീഡിയോ ചെയ്തോട്ടെ. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം, ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, അതായത് നമ്മുടെ ഡയറ്റ്. നമ്മൾ ഇപ്പം എനിക്ക് സ്യൂട്ടബിൾ ആവുന്ന ഡയറ്റ് ആയിരിക്കണമെന്നില്ല നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആണ്. ചില ആൾക്കാർക്ക് കാർബ്സ് കഴിച്ചാലും വെയിറ്റ് ലൂസ് വരും. നിങ്ങൾ തന്നെ പല യൂട്യൂബ് ചാനലിൽ എടുത്തു നോക്കിയാലും അറിയാം, അവരൊക്കെ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ കാർബ്സ് കഴിക്കുന്ന രീതിയിലുള്ള ഡയറ്റ് പ്ലാൻ ഒക്കെയാണ് പറഞ്ഞു തരുന്നത്. അത് ഫോളോ ചെയ്ത് റിസൾട്ട് കിട്ടുന്നവരുമുണ്ട്, പക്ഷേ എൻ്റെ ഡയറ്റ് ഫോളോ ചെയ്തിട്ട് റിസൾട്ട് കിട്ടുന്നവരുണ്ട്. അപ്പം ഓരോ ബോഡി ടൈപ്പ് അനുസരിച്ച് മെറ്റബോളിക് റേറ്റും ഒക്കെ അനുസരിച്ചിട്ടായിരിക്കും നമുക്ക് വെയിറ്റ് ലോസ് വരുന്നത്. പിന്നെ ഇവിടെ എനിക്ക് പറഞ്ഞു തരാനുള്ളത്, ഞാൻ ചെയ്ത ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ പ്രീവിയസ് ആയിട്ടുള്ള പുറകെ ജാനി ഇരുന്ന് സംസാരിക്കുന്നത് ഒന്ന് ഇഗ്നോർ ചെയ്തേക്കണേ. അപ്പോൾ ആദ്യത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ പ്രീവിയസ് വെയിറ്റ് ലോസ് പോലെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. അതായത് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്. അത് ഭയങ്കരമായിട്ടുള്ള പ്രശ്നത്തിലേക്കാണ് നയിച്ചത്. അതായത് ഞാൻ ഭയങ്കരമായിട്ട് സ്ട്രെസ്ഡ് ആയിരുന്നു, കുഞ്ഞുങ്ങളെ നോക്കാനുള്ള എനർജി പോലും എനിക്കില്ല. അപ്പം ഞാൻ ഭയങ്കരമായിട്ട് അങ്ങ് ഡൗൺ ആയി പോവായിരുന്നു. അപ്പോൾ വീട്ടിലും പറയും, എന്തിനാ ഇങ്ങനെ കിടന്ന് വർക്കൗട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തിനാ ഇങ്ങനെ പട്ടിണി ഇരിക്കുന്നത്. അപ്പോൾ ഞാനും വിചാരിക്കും, ശരി അതുപോലെ എനിക്ക് റിസൾട്ട് ഒന്നുമില്ലല്ലോ, പിന്നെ എന്തിനാ എന്ന് പറഞ്ഞിട്ട് അങ്ങ് സ്റ്റോപ്പ് ചെയ്യും. സോ ഇത് തന്നെയാണ് എപ്പോഴും സംഭവിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു വെയിറ്റ് ലോസ് സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു ഫാറ്റ് ലോസ് സമയത്ത് ഞാൻ ശ്രദ്ധിച്ച ഒന്നാമത്തെ കാര്യം, യഥാർത്ഥ എൻ്റെ പ്രോബ്ലം എന്തായിരുന്നെന്ന് ഞാൻ ചിന്തിച്ചു. അപ്പം ഞാനൊരു മെഡിക്കൽ ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ആ സമയത്ത് എനിക്ക് മനസ്സിലാക്കി ലോ പ്രഷറിൻ്റെ പ്രശ്നമുണ്ടെന്ന്. അപ്പം അത് പ്രിവെൻറ്റ് ചെയ്യാൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് നമ്മൾ ഇലക്ട്രോലൈറ്റ്സ് നമ്മുടെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്കത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ എംപ്റ്റി സ്റ്റൊമക്കിൽ ലെമൺസ് യൂസ് ചെയ്ത് ആ വെള്ളം കുടിക്കുമ്പോൾ അതിനകത്ത് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുന്നത്. അത് ത്രൂ ഔട്ട് ദ ഡേയിൽ എൻ്റെ ആ ഒരു ലോ പ്രഷർ എന്നുള്ള പ്രശ്നത്തെ പ്രിവെൻറ്റ് ചെയ്യാൻ സഹായിക്കും. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ ഒരു സൊല്യൂഷൻ നിങ്ങൾ ഫോളോ ചെയ്യുക. രണ്ടാമതായിട്ട് നിങ്ങൾക്ക് ഉപ്പ് ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ ആപ്പിൾ സൈഡർ വിനീഗർ ഉപയോഗിച്ചാലും മതി. നിങ്ങൾ എല്ലാം കംഫർട്ടബിൾ എന്ന് വെച്ചാൽ ആ രീതിയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇത് കുടിക്കുന്നതിന് ഇത് ഇലക്ട്രോലൈറ്റ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എനർജി ഭയങ്കരമായിട്ട് കിട്ടും. വർക്കൗട്ടൊക്കെ അടിപൊളിയായിട്ട് ചെയ്യാനും പറ്റും. എക്സ്ട്രാ ഇലക്ട്രോലൈറ്റ്സ് ഒന്നും കഴിക്കേണ്ടിയും വരത്തില്ല. അപ്പം അതാണ് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളൊരു കാര്യം.
രണ്ടാമതായിട്ട് നിങ്ങളുടെ ബ്ലഡ് കൗണ്ട് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. കുറവാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് അത് ഒന്ന് ഓക്കെ ആക്കിയിട്ട് വേണം ഡയറ്റിലോട്ട് വരാൻ. അവസാനം ബ്ലഡ് കുറഞ്ഞ് കുഴഞ്ഞു വീഴുകയൊക്കെ ചെയ്യും. എനിക്ക് പറ്റിയിട്ടുള്ളത് കൊണ്ടാണ്. അപ്പോൾ അത് നോക്കാം. മൂന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് വൈറ്റമിൻ ഡിയുടെ എന്തിനെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ടോ നോക്കാം. കാരണം ഹെയർ ഫോൾ അങ്ങനെയുള്ളതൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ സപ്ലിമെൻറ്റ് എടുത്തുകൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നാലാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഷുഗർ ടെസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ലോ ഷുഗറിൻ്റെ പ്രശ്നമുണ്ട്. ഇത് ഹെറിഡിറ്ററി ആണ്. അപ്പം ഞാനിപ്പോൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ കംപ്ലീറ്റ് ആയിട്ട് കാർബ്സ് അവോയ്ഡ് ചെയ്യത്തില്ല. ഫ്രൂട്ട്സ് രൂപത്തിലോ അല്ലെങ്കിൽ ഇച്ചിരി സ്വീറ്റ് രൂപത്തിൽ എന്തെങ്കിലും രീതിയിൽ ഞാനത് ഇപ്പോൾ സ്റ്റീവിയൊക്കെ യൂസ് ചെയ്യും. അപ്പോൾ ആ ഒരു രീതിയിൽ ഞാൻ ആ ലോ ഷുഗർ എന്നുള്ളത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട്. സോ ഇങ്ങനെ നമ്മളുടെ ബോഡി അനുസരിച്ച് നമുക്ക് എന്തൊക്കെ പ്രശ്നമുണ്ട് അതിനുള്ള പരിഹാരം കണ്ടെത്തിയിട്ട് വേണം നമ്മൾ എന്തിലേക്ക് പോകാൻ, ഒരു ഫിറ്റ്നസ് ജേർണിയിലേക്ക് പോകാൻ. ഇത് ഞാൻ പറയാൻ കാരണം ഞാൻ പലവട്ടം ഈ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ട് ആഫ്റ്റർ പ്രഗ്നൻസി ബോഡിയിലെ ചേഞ്ചസ് ഒന്നും മനസ്സിലാക്കാതെയാണ് ഓരോ വട്ടം ഇറങ്ങി തിരിച്ചത്. അപ്പം ഒക്കെ ഞാൻ ഇടയ്ക്ക് വെച്ച് ഡ്രോപ്പ് ആയി പോകാനുള്ള മെയിൻ കാരണം എനിക്ക് ലോ പ്രഷർ ഉണ്ടായിരുന്നു. അത് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോൾ എന്ത് സംഭവിക്കും, ഈ ലോ പ്രഷർ ഉള്ള ഞാൻ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുമ്പോഴത്തേക്ക് തളർന്ന് വീടും, കുഞ്ഞുങ്ങളെ നോക്കാനുള്ള എനർജി ഇല്ല, വീട്ടിൽ നിന്ന് അടിപൊളി വഴക്ക് കേൾക്കും. അപ്പം ഞാൻ വിചാരിക്കുന്ന കൂട്ടുള്ള വെയിറ്റ് ലോസ് സംഭവിക്കുന്നില്ല. അപ്പോൾ ഫ്രസ്ട്രേറ്റഡ് ആവും, സ്റ്റോപ്പ് ചെയ്യും. ഇത് തന്നെയാണ് നടന്നുകൊണ്ടിരുന്നത്. കുഴഞ്ഞു പോകാനും കുഴഞ്ഞങ്ങ് വീഴുമായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് ആ ഒരു പ്രശ്നമില്ല. കാരണം എന്താ, ഞാൻ അതിനുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിന് റീസൺ എന്ന് പറഞ്ഞാൽ എൻ്റെ ആ ഒരു ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളും ചെയ്തപ്പോൾ മനസ്സിലായ കാര്യങ്ങൾക്ക് സൊല്യൂഷൻ എടുത്തതുകൊണ്ടാണ്. സോ എപ്പോഴേ നിങ്ങൾ ഇങ്ങനെ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ബ്ലഡ് കൗണ്ട് ചെക്ക് ചെയ്യുക, പ്രഷർ, ഷുഗർ, ഇത്രയും കാര്യം. പിന്നെ വൈറ്റമിൻ ഡിയും കൂടെ ചെക്ക് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം നമ്മൾ വെയിറ്റ് ട്രെയിനിങ് ഒക്കെ ചെയ്യുന്നത് അസ്ഥിക്ക് തേയ്മാനം അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കണമല്ലോ. അതുകൊണ്ടാണ് ഇത് എടുത്തു പറഞ്ഞത്. ഒറ്റയടിക്ക് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഒന്നും സ്റ്റാർട്ട് ചെയ്യരുത്. ഞാൻ അങ്ങനെയൊക്കെ പൊട്ടത്തരങ്ങൾ ചെയ്തിട്ടുണ്ട്. ആദ്യം നമ്മൾ ചെയ്യേണ്ട കാലറി ഡെഫിസിറ്റിൽ പോവുക, പോർഷൻ കൺട്രോൾ ചെയ്യുക, ബോഡി ടൈപ്പ് മനസ്സിലായിട്ടുള്ള ഡയറ്റ് ചൂസ് ചെയ്യുക. ഇപ്പം ഹൈ പ്രോട്ടീൻ എടുക്കണമെങ്കിൽ അത് എടുക്കുക. പിന്നെ വിശപ്പിനെ കൺട്രോൾ ചെയ്യാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ള വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. അപ്പോൾ എക്സാമ്പിൾ ഇടയ്ക്ക് വിശക്കുമ്പോൾ സ്നാക്സ് സ്വീറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓയിലി ആയിട്ടുള്ളതിന് പകരം നമ്മൾ ക്യുക്കുംബറോ അല്ലെങ്കിൽ ഒരു ഫ്രൂട്ട് പീസോ എന്തെങ്കിലുമൊക്കെ കഴിക്കുക. അല്ലെങ്കിൽ ഫ്രൂട്ട് ജ്യൂസ് കുടിക്കുക. ഉപ്പിട്ടൊക്കെ കുടിക്കുന്നതൊക്കെ നല്ലതാണ്. പഞ്ചസാരയൊക്കെ അവോയ്ഡ് ചെയ്യുക. ഇപ്പം മധുരം ഒട്ടും അവോയ്ഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ സ്റ്റീവിയ ഉപയോഗിക്കാം. ശർക്കര ഉപയോഗിക്കരുത്, തേൻ ഉപയോഗിക്കരുത്. വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് പ്രത്യേകിച്ച് ശർക്കരയും പഞ്ചസാരയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് മസിൽ ലോസ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. ഹെയർ ഫോളിന് റീസൺ ആവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന സമയത്ത് മാക്സിമം വൈറ്റമിൻസ് ഉള്ളിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. വേണമെന്നുണ്ടെങ്കിൽ സപ്ലിമെൻ്റ് ആയിട്ട് നമുക്ക് വൈറ്റമിൻസ് എടുക്കാവുന്നതാണ്. ഭയങ്കര അൺഹെൽത്തി ആയിട്ടുള്ള ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് സ്റ്റേറ്റിലോട്ട് പോകരുത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ നിങ്ങൾ 16 to 8 അല്ലെങ്കിൽ 14 hours ഫാസ്റ്റിങ്ങോ അങ്ങനെയൊക്കെ ചെയ്യുക. അതിനുശേഷം മാത്രമേ 20 to 4 അല്ലെങ്കിൽ ഓമ ഡയറ്റിലേക്കൊക്കെ പോകാവുള്ളൂ. ഒറ്റയടിക്ക് ഇതിലോട്ടൊന്നും പോകരുത്. ഇതൊക്കെ എനിക്ക് പറ്റിയിട്ടുള്ള മിസ്റ്റേക്ക് കൊണ്ടാണ് ഇത് എടുത്തെടുത്ത് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ടൈം അല്ലെങ്കിൽ നിങ്ങൾ ഇനി ഒരു വെയിറ്റ് ലോസ് അല്ലെങ്കിൽ ഫാറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ പോയിന്റ് ഒക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ഇതൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. എപ്പോഴും ഓർക്കുക, ഓരോ സമയത്ത് നമ്മുടെ വെയിറ്റ് ലോസ് ജേർണി അല്ലെങ്കിൽ ഫാറ്റ് ലോസ് ജേർണി എന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മുടെ സാഹചര്യങ്ങൾ മാറും, നമ്മുടെ ബോഡി മാറും, നമ്മുടെ ഏജ് മാറുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ പരിഗണിച്ചുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള പോയിന്റ്സ് എല്ലാം ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ഇനി സ്ട്രെങ്ത് ട്രെയിനിങ് അതിനെക്കുറിച്ചൊക്കെ ഒരു ഡീറ്റെയിൽ വീഡിയോ, പിന്നെ ഇതൊക്കെ എങ്ങനെ ചെയ്യാം എന്നുള്ളതൊക്കെ ഇനി പുറകെ ഞാൻ ഓരോ വീഡിയോ ആയിട്ട് ചെയ്യാം. ഇതുപോലെ സമയം കിട്ടുന്ന സമയത്തൊക്കെ ഓടി വന്നൊരു വീഡിയോ ചെയ്യാം. പേരെന്നോട് ചോദിച്ചുകൊണ്ട് മോട്ടിവേറ്റ് ചെയ്യാമെന്ന്. എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം എന്ന് വെച്ചാൽ സെൽഫ് മോട്ടിവേഷൻ ആണ് ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ചുറ്റുമുള്ളവരൊക്കെ പറയും വെയിറ്റ് കുറയുന്നില്ലെന്ന്. ഞാൻ റീസെൻ്റ്ലി വീട്ടിൽ വിളിച്ചപ്പോൾ അമ്മ പറഞ്ഞു ജിമ്മിന് പോയിട്ട് വലിയ മാറ്റമൊന്നും തോന്നുന്നില്ലല്ലോ. അപ്പോൾ എനിക്ക് അന്നത്തെ ദിവസം ഒരു സങ്കടമൊക്കെ തോന്നിയെങ്കിലും പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഞാൻ ഇറങ്ങി തിരിച്ച് എന്തായാലും ഇതിൻ്റെ ഒരു അറ്റം കണ്ടിട്ടേ ഉള്ളൂ എന്നൊരു തീരുമാനം. പക്ഷെ പഴയ ഞാനായിരുന്നെങ്കിൽ അല്ല, അന്നത്തെ ദിവസം ഒരു ഇഷ്ടം പോലെ കഴിച്ച് ജിമ്മിനും പോകാതിരിക്കുമായിരുന്നു. അങ്ങനെ ആയിരിക്കത്തില്ല, സ്ലോ പ്രോസസ് ആയിരിക്കും, വിസിബിൾ ആകാൻ താമസം എടുക്കും. ബട്ട് ഇറ്റ്സ് ഓക്കെ എന്ന് എനിക്ക് പറയാനുള്ള. കാരണം എനിക്ക് പേഴ്സണലി എൻ്റെ സ്ട്രെങ്ത് സ്റ്റാമിനയെ കൂടുന്നതായിട്ടാണ്. മറ്റേത് ഞാൻ വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് ഫുൾ ഉറക്കം, കുഞ്ഞുങ്ങളെ നോക്കുക, ഫുഡ് ഉണ്ടാക്കുക, കഴിക്കുക, ഉറങ്ങുക, ഇത് തന്നെയായിരുന്നു. അപ്പം അതിൽ നിന്നും ഒരു മാറ്റം, എൻ്റെ ലൈഫ് ഒരു ചിട്ട കൊണ്ടുവരാൻ, എൻ്റെ ഒരു ഡിസിപ്ലിൻ കൊണ്ടുവരാൻ എനിക്ക് പറ്റുന്നുണ്ട്. സോ അങ്ങനെ നോക്കുമ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വൈബ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എൻ്റെ മോനും എഴുന്നേറ്റിട്ടുണ്ട്. ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എഴുന്നേറ്റ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഇരിക്കുന്ന മാറത്തില്ല. ഒന്നാമതൊരു പനിയുടെ ലക്ഷണവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. സോ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.